ചേട്ടൻ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന കാരണം എനിക്ക് കൺഫ്യൂഷൻ, ഏതാ ഫാനിൻ്റെ സ്വിച്ച് ഏതാ ലൈറ്റിൻ്റെ സ്വിച്ച്. മനസ്സിനൊരു സന്തോഷം, ഒരു പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടും. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ആഘോഷിക്കാറുണ്ട്. ഹലോ കൂട്ടുകാരെ, അപ്പം ഇന്നൊരു ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളിവിടെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് ക്ലീൻ ചെയ്തേക്കാം. രാവിലെ ഞാൻ എല്ലാവരും ഒന്ന് അടിച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടതാണ്. പക്ഷെ പിന്നെയാണ് തോന്നിയത് എന്നാൽ പിന്നെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തേക്കാമെന്ന്. തിങ്കളാഴ്ച മുതൽ കുഞ്ഞാറ്റയ്ക്കും കുഞ്ഞാപ്പനും ഒക്കെ ക്ലാസ് തുടങ്ങും. കുഞ്ഞാറ്റ ഈ കൊല്ലം 4ലേക്കും കുഞ്ഞാപ്പൻ ഈ കൊല്ലം 2ലേക്കുമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതെല്ലാം കൂടി അങ്ങ് ക്ലീൻ ചെയ്തിടുവാണെങ്കിൽ തിങ്കളാഴ്ച മുതൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് സമയം കണ്ടെത്താനായിട്ടും പറ്റും. അതായത് ഇങ്ങനെ പൊടിതട്ടലും വലയടിക്കലും ഒക്കെ ഇനിയിപ്പോൾ അവധിയുള്ള ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് എനിക്കൊരു തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഈശ്വര എത്രയും പെട്ടെന്ന് സ്കൂളൊന്ന് തുറന്നാൽ മതിയെന്ന്. കാരണം പിള്ളേരാണെങ്കിലും ബോറടിച്ച് തുടങ്ങി. അപ്പം ഞാൻ ഇന്നലെ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ കുഞ്ഞാറ്റയാണെങ്കിൽ പെട്ടെന്ന് ചാടി കയറി പറഞ്ഞു, അമ്മേ എനിക്കാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണാനായിട്ട് കൊതിയായിട്ട് വയ്യ. ഞങ്ങൾ പോന്നപ്പോഴും ഞങ്ങൾ കെട്ടിപ്പിടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പം അവരത്രത്തോളം കൂട്ടുകാരെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മുടെ കുട്ടിക്കാലം പോലെ അല്ല നമ്മുടെ മക്കളുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. അവരൊരു വീടിനകത്തോ ഫ്ലാറ്റിനകത്തോ ഇങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുന്നു. അവരുടെ ലോകം എന്ന് പറയുന്നത് ചിലപ്പോൾ ആ വീടിനകമോ മുറ്റമോ മാത്രമായിരിക്കും. അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ഒരു സഹോദരനോ ഒരു സഹോദരിയോ കാണും അവർക്ക് കൂട്ടുകൂടാനായിട്ട്. ഫാൻ ഇട്ടത്തെ എടോ, ഇതിലേതാണ് ഫാനിൻ്റെ സ്വിച്ച്? ഇല്ല, ലൈറ്റിൻ്റെ സ്വിച്ച് ഏതാ? ആ ലൈറ്റ് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. എനിക്ക് കൈ എത്താത്ത കാരണം ഞാൻ ലിജേഷേട്ടനെ കൊണ്ടാണ് ഫാനെല്ലാം തുടപ്പിച്ചത്. ഇങ്ങനെ പിടിച്ചു തുടയ്ക്കുമ്പോഴേ ആ ഫാൻ വൃത്തിയാവുള്ളൂ. അപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫാൻ ഇടട്ടെ എന്ന് പറഞ്ഞൊന്ന് പേടിപ്പിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ലൈറ്റിൻ്റെ സ്വിച്ച് തപ്പിയതാണ് കേട്ടോ. അപ്പോൾ ലിജേഷേട്ടൻ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന കാരണം എനിക്ക് കൺഫ്യൂഷൻ, ഏതാ ഫാനിൻ്റെ സ്വിച്ച് ഏതാ ലൈറ്റിൻ്റെ സ്വിച്ച് എന്ന്. പക്ഷേ റൂമിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനതാണ് ശ്രദ്ധിച്ചില്ലേ. അയ്യോ, പിള്ളേരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറി കുറച്ച് അകലെ പോയിട്ടുണ്ട്. എന്നാലും ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പം ഞാനാണെങ്കിൽ ആദ്യം ജനലുകളെല്ലാം തുടച്ചു, പിന്നെ ഡോറും തുടച്ചു. ഫാനല്ല, എനിക്ക് ലിജേഷേട്ടൻ തുടച്ചു തന്നു. കാരണം നമ്മൾ ഈ ഫാനൊക്കെ തുടയ്ക്കുമ്പം അതിങ്ങനെ പിടിച്ചു തുടയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫാനൊക്കെ തുടയ്ക്കുന്ന ആ ഒരു മോപ്പില്ലേ, അതെൻ്റെ കയ്യിലില്ല കേട്ടോ. അപ്പം ഇങ്ങനെ പിടിച്ചു തുടയ്ക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതുപോലെ വൃത്തിയായിക്കോളും. ഇത് അധികം ഹൈറ്റ് ഇല്ലാത്ത കാരണം പിടിച്ചു തുടയ്ക്കാനായിട്ടും പറ്റും. എന്നെക്കാളും ലിജേഷേട്ടന് ഹൈറ്റ് ഉണ്ടല്ലോ. ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ജനൽ തുടയ്ക്കുവാണെങ്കിൽ എല്ലാ റൂമിലെയും ജനൽ അങ്ങ് തുടയ്ക്കും ആദ്യം. അത് കഴിഞ്ഞ് പിന്നെ വലയടിക്കുവാണെങ്കിൽ എല്ലാ റൂമിലെയും വല അങ്ങ് ഒറ്റയടിക്കും. എന്നിട്ട് അവസാനം എല്ലാം കൂടെ അടിച്ച് വാരിയെടുക്കും. ഇവിടെ എനിക്ക് അടിച്ചു വാരാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട് നല്ല ഈസി ആയിട്ടും എന്താ പറയുക, അടിച്ചു വാരിയിട്ടാലും നല്ല വൃത്തിക്കൊക്കെ കിടക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ആവശ്യത്തിന് സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഇല്ല. 1-2 ഷെൽഫോ ബർത്തും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നേനെ. പക്ഷെ നമ്മൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ആവശ്യപ്പെടാനായിട്ട് പറ്റത്തില്ലല്ലോ. പിന്നെ ഇങ്ങനെ നിൽക്കുന്നത് കാരണം ഒരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു വീട്ടിലേക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, എന്തൊക്കെ അനാവശ്യങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം ഞങ്ങളുടെ കയ്യിൽ കുറേ ട്രാവലിംഗ് ബാഗുകളുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഞങ്ങളുടെ നല്ല ഡ്രസ്സുകളെല്ലാം അതിനകത്തേക്ക് ആക്കി വെച്ചിട്ട് കട്ടിലിനടിയിൽ സേഫായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പോൾ തലേന്ന് നമുക്കറിയാമല്ലോ നാളെ നമ്മൾ എവിടെയെങ്കിലും പോകും എന്നുള്ളത്. അപ്പം ഞാനാണെങ്കിൽ ഞങ്ങൾക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് തലേന്ന് അയൺ ചെയ്ത് വെക്കും. അപ്പം രാവിലെ അത് എടുത്തിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ. അങ്ങനെയാട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ റൂമുകളെല്ലാം അടിച്ചു വാരി, സോഫയൊക്കെ മാറ്റി അടിച്ചു വരാനായിട്ട് ലിജേഷേട്ടൻ എന്നെ സഹായിച്ചേ. ഇത്ര ആയപ്പോഴേക്കും തന്നെ സത്യം പറഞ്ഞാൽ നല്ലോണം മടുത്തായിരുന്നേ. പിന്നെ തുടങ്ങി വെച്ചതല്ലേ, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കാണുമ്പോഴേക്കും എന്താ പറയുക, എല്ലാവിടും പൊടിയൊക്കെ തട്ടി നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷം, ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടും അല്ലേ. ആദ്യം ഞാനാണെങ്കിൽ ഹാളിലിട്ടിരുന്ന കാർപ്പറ്റ് എല്ലാം കൂടി പൊടി തട്ടി പുറത്ത് കൊണ്ടുവന്നിട്ടു. എന്നിട്ട് ആ ടീപ്പോയൊക്കെ ഒന്ന് തുടച്ച് വെക്കുവാണേ. ഇന്നെന്തായാലും നല്ല വെയിലുണ്ടായിരുന്നു, അത് കാരണമാണ് ഞാൻ ആ കാർപ്പറ്റൊക്കെ പുറത്ത് കൊണ്ടുവന്ന് ഇട്ടത്. കുറേ തുണികളും ഉണ്ടായിരുന്നു അലക്കാനായിട്ട് ഇടാൻ, അതും അലക്കി നല്ലോണം ഉണങ്ങി കിട്ടി വൈകുന്നേരം ആയപ്പോഴേക്കും തന്നെ. ഞാൻ ഈ പെറുക്കിയെടുക്കുന്ന സാധനങ്ങൾ കണ്ടോ, ഇവരുടെ ആക്രികളാണ് ഫുള്ള്, കളിപ്പാട്ടം പൊട്ടിയതും പേപ്പറും. ഇവർക്കാണെങ്കിൽ എപ്പോഴും പടം വരയാണ്. അപ്പോൾ പടം വരയ്ക്കുന്നു, പേപ്പർ ചുരുട്ടിക്കൂട്ടി എവിടെയെങ്കിലുമൊക്കെ ഇടുന്നു. കുഞ്ഞൂസാണെങ്കിൽ കിട്ടിയ സാധനങ്ങൾ മൊത്തം ഇടുന്നത് സോഫയുടെ പുറകിലേക്കാണ്. അതാ എനിക്ക് തോന്നുന്നു അവളുടെ മൈൻഡിൽ അത് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുക, അതാണ് വേസ്റ്റ് ബാസ്ക്കറ്റ് എന്നുള്ളത്. സോഫ മാറ്റി കഴിയുമ്പോഴേക്കും കുറേ ആക്രി സാധനങ്ങൾ തന്നെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം തൂത്തുവാരി കൂട്ടിയെടുക്കും.
എന്നിട്ട് അതെല്ലാം സെപ്പറേറ്റ് ചെയ്യും, പ്ലാസ്റ്റിക്കും പേപ്പറും എല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഹരിതകർമ്മസേനയിലെ ആ ചേച്ചിമാരില്ലേ അവർക്ക് കൊടുക്കുവേ. പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ ആ ടിന്നുകളൊക്കെ വെച്ചിരുന്ന അവിടെ ഞാൻ പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ടിന്നുകളൊക്കെ വെക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞൂസ് എന്നാ ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ വരുമ്പോൾ ഈ പേപ്പർ കയ്യെത്തി അത് മൊത്തം കീറിക്കളയും. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ പേപ്പറുകളെല്ലാം മാറ്റും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അടുക്കളയ്ക്ക് നല്ലൊരു വൃത്തി ഉണ്ടാവും. അപ്പോൾ എല്ലാ റൂമിലെയും പൊടിതട്ടലും അടിച്ചുവാരലും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ എല്ലായിടത്തും ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചേക്കാമെന്ന്. ഇത് ഞങ്ങൾ കിടക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെ ഞങ്ങൾ 5 പേരെ ഒപ്പിക്കേണ്ട കാരണം ഒരു ഡബിൾ കോട്ടും ഒരു സിംഗിൾ കോട്ടും കൂടി ചേർത്തിട്ടിട്ടാണ് ഒപ്പിക്കുന്നത്. അപ്പോൾ ഞാനിപ്പം ബെഡ്ഷീറ്റ് വിരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലിജേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, ഇനി ബെഡ്ഷീറ്റൊക്കെ വാങ്ങുമ്പോൾ ഒരേ കളറിലെ 2 എണ്ണം വാങ്ങണം, എന്നാലേ ഒരു ഭംഗി ഉണ്ടാവുള്ളല്ലോ. അങ്ങനെ ഞാൻ എല്ലാ റൂമിലേക്കും ബെഡ്ഷീറ്റ് എല്ലാം അങ്ങ് വിരിച്ചിട്ടു. ഇത്ര ആയപ്പോഴേക്കും തന്നെ നല്ല നീറ്റായിട്ട് കിടക്കുന്ന പോലെ തോന്നി. എന്ത് ചെയ്തില്ലെങ്കിലും നമ്മുടെ റൂമിൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചിട്ട് എല്ലാം ഒന്ന് നീറ്റാക്കി വെക്കുവാണെങ്കിൽ, ബെഡ് തന്നെ നീറ്റായിട്ട് കിടക്കുവാണെങ്കിൽ റൂമിന് തന്നെ ഒരു ഐശ്വര്യം തോന്നും കേട്ടോ. ഞാനിവിടെ ഒരു റൂള് വെച്ചിട്ടുണ്ട്, ആരേറ്റവും ലാസ്റ്റ് എണീറ്റ് വരുന്നോ അവർ ബെഡ്ഷീറ്റും കുടഞ്ഞിടണം, റൂമിലെ ഫാൻ ഓഫ് ചെയ്യണം. മിക്കപ്പോഴും തന്നെ അത് ചെയ്യേണ്ടി വരുന്നത് കുഞ്ഞാറ്റയാണ്. ഏറ്റവും ആദ്യം കുഞ്ഞൂസ് എണീക്കും, അത് കഴിഞ്ഞ് കുഞ്ഞാപ്പൻ, അത് കഴിഞ്ഞ് കുഞ്ഞാപ്പനോട് പറയുമ്പോൾ കുഞ്ഞാപ്പൻ പറയും, അമ്മ എനിക്കറിയില്ല, അമ്മ എനിക്ക് ഷീറ്റ് വിരിക്കാൻ അറിയില്ല എന്ന് പറയും. ആദ്യമൊക്കെ ഞാനും അവരുടെ കൂടെ ഇങ്ങനെ മടക്കി വെക്കാനൊക്കെ ആയിട്ട് കൂടുമായിരുന്നു. ഇപ്പോഴും കൂടും കേട്ടോ ഇടയ്ക്ക്. പക്ഷേ മടക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചുരുട്ടിക്കൂട്ടി എവിടെയെങ്കിലും വെക്കുമായിരിക്കും ചെയ്യുന്നത്. പക്ഷേ അവരുടെ മൈൻഡിൽ അത് വേണം, എണീറ്റ് വന്ന ഉടനെ ബെഡ്ഷീറ്റ് മടക്കി വെക്കണം എന്നുള്ള കാര്യം അവരുടെ മൈൻഡിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് കാരണം ആര് ലാസ്റ്റ് എണീറ്റ് വരുന്നോ അപ്പോൾ അവർ ഫാൻ ഓഫ് ചെയ്തിട്ട് വരും. ബെഡ്ഷീറ്റ് എവിടെയെങ്കിലും ചുരുട്ടിക്കൂട്ടി വെക്കുക ഉണ്ടാവുള്ളൂ. എന്നാലും അത് എണീറ്റ് വരുമ്പോൾ ബെഡ്ഷീറ്റ് മടക്കണം എന്നുള്ളൊരു കാര്യം അവർക്ക് ബോധ്യമുണ്ട് ഇപ്പോഴേ. അങ്ങനെ ഞാൻ 2 റൂമും തുടച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഹാളാണ് തുടയ്ക്കാനുള്ളത്. ഹാളിലെ വാഷ് ബേസിനും കഴുകി മിററും കൂടി ഒന്ന് ക്ലീൻ ചെയ്യും. മിറർ ഞാൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ആദ്യം വെറ്റ് ചെയ്തിട്ട് നനച്ചിട്ട് ഗ്ലാസ് തുടയ്ക്കും. അതിപ്പോൾ ജനലിൻ്റെ ഗ്ലാസ് ആയാലും അല്ലാത്ത നമ്മുടെ ഇതുപോലത്തെ മിററായാലും അലമാരയുടെ കണ്ണാടിയൊക്കെ ആയാലും നമുക്ക് ഇങ്ങനെ തുടയ്ക്കാവേ. എന്നിട്ട് ഉണങ്ങിയ പേപ്പർ വെച്ച് വീണ്ടും അതിൻ്റെ മുകളിൽ കൂടെ തുടയ്ക്കും. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടിരിക്കുവേ. ഇത് ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞു. എല്ലാവിടവും അടിച്ച് തുടച്ച് വൃത്തിയാക്കി നല്ല നീറ്റാക്കി ഇട്ടു. ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ മുഖത്തും കൂടി കുളിക്കുന്നതിന് മുമ്പ് ഒരു സ്ക്രബ് ഇട്ടേക്കാന്ന്. അങ്ങനെ ഞാനാണെങ്കിൽ പഞ്ചസാരയും പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മുഖത്ത് തേച്ച് പിടിപ്പിച്ച് കുറേ നേരം മസാജ് ചെയ്തേ. അപ്പം നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഡസ്റ്റൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് പൊയ്ക്കോളൂലോ എന്ന് വിചാരിച്ചാണ്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. തേച്ച് പിടിപ്പിച്ച് ഞാൻ ഉണങ്ങാനൊന്നും നിന്നില്ല, കാരണം മടുത്തു പോയായിരുന്നു, നല്ല ക്ഷീണം ഉണ്ടായിരുന്നേ. അപ്പം ഞാനിതൊക്കെ തേച്ച് പിടിപ്പിച്ച് കഴുകി കളഞ്ഞിട്ട് വന്നപ്പോഴേക്കും ലിജേഷേട്ടൻ നല്ല അടിപൊളി ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുളിച്ചിട്ട് വന്ന് റിലാക്സ്ഡ് ആയിട്ട് ചായ കുടിക്കാനുള്ള ശേഷിയൊന്നും എനിക്കില്ലായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ഇഷ്ടം. പണിയെല്ലാം കഴിഞ്ഞ് എന്ത് ഫുഡ് കഴിക്കണമെങ്കിലും ചായ കുടിക്കണമെങ്കിലും ഒക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിരുന്ന് കഴിക്കുന്നതും കുടിക്കുന്നതും ഒക്കെയാണ് ഇഷ്ടം. പക്ഷേ ഇപ്പോൾ അതിനുള്ള ശേഷിയൊന്നും എനിക്കില്ലായിരുന്നു. അത് കാരണം ഞാൻ അങ്ങനെയും വന്നിരുന്ന് ചായ കുടിച്ചു, എന്നിട്ടാണ് പോയി കുളിച്ചത്. അപ്പോൾ എൻ്റെ ക്ലീനിങ് പരിപാടികൾ എല്ലാം കഴിഞ്ഞു. എന്നിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നപ്പോഴേക്കും മക്കളെ വിളിക്കാൻ പോകാനായിട്ടായി. മക്കൾ വന്നിട്ടുണ്ട്, അവരവിടെ ഭയങ്കര എന്തൊക്കെയോ പരിപാടികളാണ്. ഇനിയിപ്പം ഇന്നലെ ഞാൻ ഓഫർ ചെയ്തതാണ്, ഇന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരാം. അപ്പം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ ടയേർഡായിരുന്നെങ്കിലും പിന്നെ ഞാൻ ഓർത്തു ഉണ്ടാക്കി കൊടുത്തേക്കാം, പറഞ്ഞതല്ലേ അത്. കാരണം ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം. ഞാൻ അതിനായിട്ട് റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ചിക്കനും മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വരുമോ എന്നെ കാണാതെ അന്വേഷിച്ച് വന്നതാണ്. നല്ലാണോ? ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കട്ടെ. നമുക്ക് പറഞ്ഞാ അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവുകയാണേ. ആദ്യം ഞാൻ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതെടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഓർത്തത് ചിക്കൻ അങ്ങ് വേവിച്ചെടുത്താൽ മതിയായിരുന്നു, ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് ഇതിനായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ട സ്ഥാവരജംഗമ വസ്തുക്കളെല്ലാം ഞാൻ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. എഗ്ഗ് ഞാനാണെങ്കിൽ
ചിക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ കട്ട് ചെയ്തെടുത്തു. വെജിറ്റബിൾസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുരുമുളകൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വെച്ചു. ഇത് പെട്ടെന്നൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എല്ലാവരും ഫ്രൈഡ് റൈസിന് വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആണ്. എൻ്റെ ചുറ്റിനുമുണ്ട് എല്ലാവരും. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഒലീവ് ഓയിലാണ്. എന്നിട്ട് ആദ്യം അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് അങ്ങ് ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തേ. ഞാനാണെങ്കിൽ ക്യാരറ്റും ബീൻസും സവോളയുമാണ് എടുത്തിരുന്നത്. എൻ്റെ ആ ഉള്ളിത്തണ്ട് ഉള്ളിയുടെ ആ ബൾബാതൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പം ഉള്ളതുകൊണ്ട് ഓണം പോലെ. പിന്നെ ഞാൻ കുറച്ചൊന്ന് വേവിക്കുവേ. ആ കടിക്കുന്ന ആ ഒരു പരുവത്തിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റും പെട്ടെന്ന്. ഇത് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 3 മുട്ട ഉപ്പ് മാത്രം ഇട്ട് ചിക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഞാൻ ആ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വസുമതി റൈസാണ്. എണ്ണയും ഉപ്പും ഒഴിച്ച് ഒരു 75% വെന്ത് കഴിയുമ്പോഴേക്കും ഊറ്റിക്കളയും. അത് മാത്രമല്ല കേട്ടോ, ഫ്രൈഡ് റൈസിൻ്റെ ചോറ് നമുക്ക് തലേന്നേ വേവിച്ച് ഫ്രിഡ്ജിലേക്കൊക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ നമ്മൾ ആ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഒന്നൊന്നോട് ഒട്ടാതെ നല്ല വടി പോലെ ഇരിക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേന്ന് ചിലരെങ്കിലും പറയുമായിരിക്കും. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടേ എന്നോർത്ത് ഞാൻ പറഞ്ഞതാട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് സോയാ സോസും പിന്നെ നമ്മൾ ആ വറുത്ത് പിച്ച് വെച്ചിരിക്കുന്ന ആ ചിക്കനും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ചിക്കനും സോയാ സോസൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടി ഈ മുട്ടയൊക്കെ ചിക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ അതും ടേസ്റ്റാണേ. ഇതിന് ചില്ലി ചിക്കനോ അല്ലെങ്കിൽ മറ്റേ ചില്ലി ഗോബി ഇല്ലേ, അതൊക്കെ ആയിട്ട് നല്ല കോമ്പിനേഷനായിട്ട് വരുന്നത്. പക്ഷെ ഇതൊന്നും ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലാത്ത കാരണം ലിജോ ചേട്ടൻ അടിപൊളി ഒരു സർലാസ് ഉണ്ടാക്കി. ഇടുക്കിയിൽ അത് സർലാസും കണ്ണൂർ അത് ചള്ളാസും ആണേ. അപ്പം നമ്മുടെ തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാൻ അതിൽ അലങ്കാരത്തിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇങ്ങനെ നുറുക്കി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഗുഡ്. ഞാൻ ഈ സാധനം ഉണ്ടാക്കി വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എൻ്റെ കുഞ്ഞാപ്പനും കുഞ്ഞാറ്റയും കൂടെ പ്ലേറ്റ് എടുക്കലായി വിളമ്പലായി ആകെ ഒരു ബഹളമായിരുന്നു. പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. സന്തോഷം കൊണ്ട് എൻ്റെ മനസ്സിങ്ങനെ നിറഞ്ഞു തുളുമ്പുമായിരുന്നു. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ കൊച്ചു സന്തോഷങ്ങൾ വരെ ഞങ്ങൾ വലുതായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ആഘോഷിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയാനും മറക്കല്ലേ. താങ്ക്